ഗൈസ്, വെൽക്കം ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാനുള്ളത് പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സ്റ്റഡ്സ് ആണ്. അപ്പോൾ എന്തായാലും ഹെൽമെറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റ്, പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്രൈസ് ആദ്യം തന്നെ കാണിക്കാം, 1625. അതിൻ്റെ പകുതി പോലും ആയിട്ടില്ല നമുക്ക് കിട്ടിയത്, അത് വേറെ കാര്യം. സൈസ് പറഞ്ഞത് ലാർജ് ആണ്. കളറ് റെഡ്. ഈ റെഡ് തന്നെയാണോ ഉള്ളിലുള്ളത്? നമ്മൾ ക്യാൻഡി റെഡ് പ്രതീക്ഷിച്ചാണ് ഓർഡർ ചെയ്തേക്കണത്. ഇനി ഏത് ടൈപ്പ് റെഡ് കിട്ടുമെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മളിത് വാങ്ങിയേക്കുന്നത് ആമസോൺ വഴിയാണ്. ആമസോണിൽ ഓഫർ ഉണ്ടായിരുന്നു, ഓഫറുള്ള ടൈമിൽ കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്നും ചെറുതായിട്ട് കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മളിത് തുറന്നുണ്ട്. ഓ, ബാക്ക് സൈഡാണ്. റെഡ് പ്രതീക്ഷിച്ച റെഡാന്ന് തോന്നുന്നുണ്ട്, പക്ഷേ തറ കുത്തിനാ നിൽക്കണം. ഇനി റിട്ടേൺ പീസ് ആണോ അറിയില്ല. കൊള്ളാം, കളറ് കൊള്ളാം. വെയിറ്റ് ചെയ്ത് സ്വാഭാവികമായിട്ടും പെട്ടിയുടെ റോള് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണ ഒരു പാക്കേജ് വരുമ്പോൾ മുകളിലാണ് കാര്യങ്ങളെല്ലാം ഒട്ടിക്കുക. ഇത് പുറകുവശം കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതായത് ആരോ ഇത് റിട്ടേൺ അടിച്ച സാധനമാണെന്ന് തോന്നുന്നുണ്ട്. റിട്ടേൺ അടിച്ചതോ ഇവിടെ ഇങ്ങനെ ഒരു ലേബലിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും സാധനം നമുക്ക് നോക്കി നോക്കാം ഇനി ബാക്കി എന്താ അവസ്ഥ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മറക്കണ്ട. ഇത് ആദ്യമായിട്ട് തന്നെയാവും നിങ്ങൾ കാണുന്നുണ്ടാവുക, കാരണം ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം എന്തായാലും പറയണം, തീർച്ചയായിട്ടും പറയണം. ഈ ഫസ്റ്റ് വീഡിയോയിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. നിങ്ങൾ ആരാ എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ടാവില്ല, പക്ഷേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എത്രയേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് പോവാം. ആഹാ, എന്താ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റെഡ്. നിങ്ങളിപ്പോൾ ഞാൻ അവിടെ ലൈറ്റ് വെച്ച കാരണം ഇതിൻ്റെ കറക്റ്റ് ഒരു റെഡ് കിട്ടില്ല, കുറച്ചും ഡാർക്കാണ്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് കിട്ടണമെന്ന് അറിയില്ല. ഇപ്പോൾ പിന്നെയും കറക്റ്റ് ഒരു റെഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റെഡ്. ഇതിൻ്റെ ബാക്കിൽ കുറച്ചും കൂടി കയറ്റിക്കിട്ടെ. ബാക്ക് സൈഡ് ഇതാണ് പറഞ്ഞത്. എല്ലാ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. എന്താ സുഖം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു റെഡ് ഹെൽമെറ്റ് തന്നെ അൺബോക്സ് ചെയ്യുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. ഏറെക്കുറെ ഒരു ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുന്നത്തെ ടെസ്റ്റ്, വണ്ടി വാങ്ങിയ ടൈമിൽ ഒരു 5 വർഷം മുന്നെയാണ് നമ്മൾ ഒരു ഹെൽമെറ്റ് അൺബോക്സ് ചെയ്തത്. പിന്നെ വാങ്ങിയ ഹെൽമെറ്റ് ആക്സറിൻ്റെ ആയിരുന്നു, അത് സെക്കൻഡ്സാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ലൈഫിലെ രണ്ടാമത്തെ ഹെൽമെറ്റാണ്. ഇതാണ് സംഗതി. സ്ക്രാച്ച് നല്ല രീതിക്ക് വീഴാനുള്ള ചാൻസ് ഞാൻ കണ്ടു കേട്ടോ. സംഗതി എന്താ പറയുക, റെഡ് ഏറ്റവും ബെറ്റർ എപ്പോഴും ബ്ലാക്ക് വാങ്ങണതാണ്. എല്ലാ വണ്ടിക്കും ചേർന്ന് പോവും ബ്ലാക്ക് ആകുമ്പോൾ. പക്ഷേ നമ്മൾ റെഡ് ചൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ഒരു വണ്ടി റെഡാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിട്ടൊരു ഹെൽമെറ്റ്, അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കളറ് ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. ഇതിൻ്റെ MRP കാണിക്കുന്നത് 1625 പക്ഷെ നമുക്കിത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങുമ്പോൾ, ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ആമസോണിൽ നിന്ന് ഇത് വാങ്ങുമ്പോൾ എനിക്ക് അയക്കണത് 1200 അതിൻ്റെ താഴെയാണ്. അത് ഈ റെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ബ്ലാക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1000ൻ്റെ ഉള്ളിൽ കിട്ടും. അതായത് 1010, 1020 ആ റേറ്റിൽ ബ്ലാക്ക്, ഗ്ലോസി ബ്ലാക്ക്. ഇനി മാറ്റ് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിനും റേറ്റ് കുറവുള്ളൂ, ഒരു 800-900 ആ റേഞ്ചിൽ. ചില സമയത്ത് സെപ്റ്റോ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇത് ഓൾറെഡി എടുത്തായിരുന്നു. അവന് മാറ്റ് ബ്ലാക്ക് അയക്കണത് അറൗണ്ട് ഒരു 700-725 സെപ്റ്റോ ക്യാഷ് ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്കൗണ്ടിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മെയിൻ കംപ്ലൈൻറ്റ് വന്നത് ഈ സാധനം, ഇതിൻ്റെ മെക്കാനിസത്തിൻ്റെ ഇവിടുത്തെ ഈ ഒരു കാണുന്ന ലോക്കില്ലേ, അത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വാങ്ങിയേക്കണതും. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സംഗതി ഇതിൻ്റെ ഷെല്ലിൻ്റെ ഷേപ്പ് അടിപൊളി കേട്ടോ. ഒരു MTയുടെ ഒക്കെ ഒരു കട്ട് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. സംഗതി ഇതൊക്കെ സ്റ്റഡ്സൊക്കെ അത്യാവശ്യം നല്ല റേറ്റിന് ഇറക്കിയായിരുന്ന സാധനമായിരുന്നു.
പിന്നെ വെഗ ഒരു റെവല്യൂഷൻ അങ്ങോട്ട് കൊടുന്നു. ഡോട്ട് സർട്ടിഫിക്കേഷൻ വരെ 2000 രൂപയുടെ താഴെ വന്നു. അപ്പോൾ ISI ഒക്കെ 1000-1500 രൂപയുടെ ഉള്ളിൽ അത്യാവശ്യം. ഇത് ഡ്യുവൽ വൈസറൊന്നുമില്ല, സിംഗിൾ വൈസറാണ്. ഏറ്റവും ഒരു ബേസിക് ഒരു ഹെൽമെറ്റ്, ഒരു കമ്പ്യൂട്ടർ ബൈക്കിന് പറ്റിയ ഒരു ഹെൽമെറ്റ് അത്രേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഓൾറെഡി റെഡ് കളർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ളൊരു ഇതെടുത്ത് തോന്നുള്ളൂ. ബ്ലാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, റെഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നോട്ടാനുള്ള രീതിയിൽ എടുത്തു എന്ന് മാത്രം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആരും ഇതുവരെ വായിച്ചു നോക്കാത്ത കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കതൊന്ന് വായിക്കാം കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ಆದ್ಯമായിട്ട് ഒരാളിത് ವಾಯ್ಕಣುಂಡಾവുക. ಹಲವು ದಿನಗಳಿಗಿಂತ ನಗುವ ಕ್ಷಣಗಳು ಹೆಚ್ಚಾಗಿರಲಿ. ಯಾಕೆಂದ್ರ ಬೇಸರ ಮಾಡಿಕೊಳ್ಳುವುದರಿಂದ ಈ ಜಗತ್ತಿನಲ್ಲಿ ಏನು ಬದಲಾಗಲ್ಲ. ನಷ್ಟ ಏನಿದ್ದರೂ ನಮಗೆ മനസ്സിലായി. ഇതാണ് മാഫി ഫിജൂസ് മാഫി മുഷ്കിൽ, അത്രയുള്ളതിൻ്റെ അർത്ഥം. പിന്നെ ദീസാനാണ്, ഇതൊന്നുമില്ല. റെസ്റ്റ് പ്രൂഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ, തുരുമ്പ് എടുക്കില്ല എന്നാണ് അവർ പറഞ്ഞേക്കണേ. ഈ സെയിം സാധനം സ്റ്റഡ്സിൻ്റെ തുരുമ്പ് പിടിച്ചിട്ടൊരു 10-100 ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. കാരണം ആ സാധനം എല്ലാത്തിൻ്റെയും തുരുമ്പ് പിടിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞത് തന്നെ. ഇനിയിപ്പോൾ പുതിയ അപ്ഗ്രേഡഡ് ടെക്നോളജി അതെങ്കിലും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ ഇവർ തരുന്നത് ഓക്കെയാണ്. പിന്നെ ഒരു മാർക്കറ്റിംഗ് ഗിമിക്കിനെ കുറേയൊക്കെ കുത്തിക്കയറ്റണമല്ലോ. പിന്നെ ഈ ഒരു സാധനം മറ്റേ സൂപ്പർ സോണിക്കിൻ്റെ ബാക്ക് സൈഡ് പോലെ ഒരു കട്ട എവിടെയുണ്ട്. ഈ ഒരു സംഗതി എനിക്ക് ഈ ഒരു സംഗതി ഇഷ്ടമായിട്ടാണ്. ഈ ഒരു ഷേപ്പിംഗ് അടിപൊളിയുണ്ട്. ഞാൻ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് കാണിച്ചു തരാം. കറക്റ്റായ ഒരു ഷേപ്പ് നമുക്ക് ഇതിൽ കിട്ടും. ഗ്ലോസി കളർ എടുക്കുമ്പോൾ സ്ക്രാച്ച് വരാൻ നല്ല ചാൻസ് കൂടുതലാണ്. അങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പിന്നെ എനിക്ക് സൂക്ഷ്മം ഇത്തിരി കുറവാണ്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ഈ കളർ തന്നെ കിട്ടണം എന്നുള്ള വാശിയിൽ എതിർത്ത് തന്നെയാണ്. എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള 2 ഓപ്പോണൻസ് ഉണ്ടാവും, ബ്ലാക്ക് ആണെന്നുള്ളതെന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഓരോരുത്തരുടെ വണ്ടിക്കും ഒരു രീതിയിൽ എന്താ പറയുക, ഒരു മാച്ചിങ് ആയിട്ടുള്ള കളർ അവരവരെടുക്കുക, അത്രേ ഉള്ളൂ. ചിലവർക്ക് ഇതിൻ്റെ മാറ്റ് ബ്ലൂ കാണാൻ തീരെ രസമില്ല കേട്ടോ. അത് ഓൺലൈനിൽ കാണാൻ ഭയങ്കര ഭംഗിയൊക്കെയാണ്, പക്ഷേ നേരിട്ട് വാങ്ങുമ്പോൾ 5 പൈസയ്ക്ക് പോകാറില്ല. അത് ഞാൻ തന്നെ കണ്ടായിരുന്നു ഒരു ഷോപ്പിൽ. പിന്നെ ഇതിൻ്റെ ഈ ചിൻ സൈസ് കുറച്ച് കൂടുതലാണ്. ആ ചിൻ സൈസ് നമുക്ക് അത്ര കൂടുതൽ ആവശ്യമുണ്ട്, അത് നോക്കി വാങ്ങിയതാണ്. വെഗയുടെ വരണത് കുറച്ചുകൂടി, വെഗ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. വെഗയുടെ കുറച്ചുകൂടി തിന്നാണ്. നമുക്ക് കുറച്ചുകൂടി ഒരു ഈ ഒരു ഹ്യൂജ് ഗ്യാപ്പ് വേണം. പിന്നെ എയർ വെൻ്റൊക്കെ വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലം കഴിഞ്ഞിട്ട് പറയാം. ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ജൂൺ 1-ാം തീയതി, അല്ല ജൂലൈ 20 മാസം, കൺഫ്യൂഷനായി. പോട്ടെ, ഓഗസ്റ്റ് 1-ാം തീയതി, ഓഗസ്റ്റ് 1-ാം തീയതി 2026 ഈ വീഡിയോ വരുന്നത്. ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കാണുമ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി ആയിട്ടുണ്ടാവും. വീഡിയോ എടുക്കുന്ന തലേ ദിവസമാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് ഇങ്ങനൊരു സാധനം കൂടി കിട്ടും. ഇത് സ്റ്റഡ്സിൻ്റെ എല്ലാ ഹെൽമെറ്റിനും കിട്ടുന്നത് ഈ സെയിം സാധനം തന്നെയാണ്. പരമാവധി എല്ലാ ബ്രാൻഡും വാങ്ങിക്കൂട്ടാന്നാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ബേസിക് ഓറിയൻറ്റഡ് ആയത്. ഇപ്പോൾ സ്റ്റീൽ ബേർഡ് പറഞ്ഞാൽ ഫസ്റ്റ് ഹെൽമെറ്റ് സ്റ്റീൽ ബേർഡ് ആയിരുന്നു. രണ്ടാമത്തെ ആക്സർ, വെഗ, പിന്നെ ഇതും സ്റ്റഡ്സിൻ്റെ ഒരു നിഞ്ച സീരീസും കൂടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വാങ്ങിയതല്ല, പക്ഷേ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതും അടിപൊളി സാധനമാണ്. അപ്പോൾ ഉള്ളിലൊക്കെ അതേ ബേസിക് സാധനങ്ങളാണ്, കണ്ടറിയാം. കുഷ്യനും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ആവറേജ്. ഇനി ഇതൊരു ലാസ്റ്റ് അല്ല, ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഇഷ്ടം പോലെ ഹെൽമെറ്റ് ഉണ്ട്. നമ്മുടെ വണ്ടി അത്രയും റേറ്റ് ഇല്ലാത്തതുകൊണ്ടും വണ്ടിക്ക് അത്യാവശ്യത്തിനൊരു ഹെൽമെറ്റും അത് മതി എന്നുള്ള വിചാരിച്ച് നമ്മൾ വാങ്ങിക്കണതാണ്. ഇതിൽ അത്യാവശ്യം ടോപ്പ് സ്പീഡിൽ പോണ വണ്ടിയൊന്നുമില്ല. ടോപ്പ് സ്പീഡിൽ 2 ദിവസം പോയാൽ 3-ാമത്തെ ദിവസം ഓണാവില്ല, അങ്ങനത്തെ വണ്ടിയാണ്. അപ്പോൾ വണ്ടി അറിഞ്ഞ് വാങ്ങിയ ഹെൽമെറ്റാണ്. നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ റിവ്യൂ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വൈസർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഈ സെയിം വൈസർ ഒരു ദിവസം പോലും ഉപയോഗിക്കാത്തത് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. കാരണം ഞാൻ ഈ വൈറ്റ് വൈസർ ഉപയോഗിക്കില്ല. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റഡ്സിൻ്റെ ഈ സെയിം മോഡലുണ്ട്, നിങ്ങൾക്ക് വൈസർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇതിൻ്റെ വൈസറിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എന്തായാലും ഇത് ബ്ലാക്ക് ആക്കാനാണ് ഉദ്ദേശിച്ചേക്കണം. വൈസർ എന്തായാലും എനിക്ക് ബ്ലാക്ക് ആവണം. സോ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലെയിൻ വൈസർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ആമസോണിൽ തന്നെ കാണിക്കുന്നുണ്ട്. പ്ലെയിൻ വൈസറിന് 399-ഉം ബ്ലാക്ക് വൈസറിനും 399-ഉം. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു ഇതിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ക്യാമലിയോൺ കളറാണെന്ന് തോന്നുന്നുണ്ട്.
ഹീലിയോസിൻ്റെയാണത്. എന്തായാലും നമ്മുടെ വരുന്നത് ഈ റൈഡറാണ്. രണ്ടിനും സെയിം റേറ്റ് തന്നെയുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ബ്ലാക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾ അടുത്ത വീഡിയോ കാണുമ്പോൾ മിക്കവാറും ഇത് ബ്ലാക്ക് ആവാനാണ് ചാൻസ്. അടുത്ത വീഡിയോ വരുന്നതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അതങ്ങനെ തന്നെ ആവട്ടെ. കാരണം ശുഭപ്രതീക്ഷ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്ത വീഡിയോ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരോടെ കൊടുത്തിട്ടുണ്ട്. 14 എന്നാണ്. റാൻഡംലി ഒരു പേരിട്ടേക്കുന്നതാണ്. വലിയ കഥയുള്ള പേരൊന്നുമല്ല. എനിക്കിപ്പോൾ നല്ല പറഞ്ഞ നമ്പർ കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ നമ്പർ ഒരു റൗണ്ടിലിട്ടു എന്ന് മാത്രം. പിന്നെ ഇത് ഹെഡിലേക്ക് അത്യാവശ്യം സ്യൂട്ടാണ്. ലാർജ് ആണെങ്കിലും മീഡിയം ആണെന്നുണ്ടെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏറെക്കുറെ സെയിം സെയിം സൈസ് തന്നെയാണ്. ഞാൻ നേരത്തെ വെച്ച് നോക്കി. ഇത് ബ്ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞത് മീഡിയവും, ഇത് ഞാൻ വാങ്ങിയേക്കണത് ലാർജാണ്. ഏറെക്കുറെ ഹെഡിന് സെയിം സൈസിങ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അതായത് ആ കുഷ്യൻ്റെ വ്യത്യാസം വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കണില്ല. അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് വീഡിയോ ചെറുതായിട്ട് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാം. ഇനി കൂടുതൽ റൈഡിങ് വീഡിയോസൊക്കെ ചെയ്യണം എന്നാണ് ഒരാഗ്രഹം. എത്രനോള് ഒരു വില്ലനാവുമെന്ന് അറിയില്ല. എന്തായാലും അതാണ് നമ്മളെന്തായാലും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് അഭിപ്രായമാണെങ്കിലും, ഇത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. നമുക്കിനി ഓരോ വീഡിയോയും ഇടുന്നതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കമൻറ്റ് സെക്ഷനിലോ ധൈര്യമായിട്ട് ചെയ്തോളൂ. കുഴപ്പമില്ല. നെഗറ്റീവ് ആണെങ്കിലും ധൈര്യമായിട്ട് പച്ചയ്ക്ക് നോക്കിക്കോളൂ. ഒരു വിഷയമുള്ള കേസല്ല. കാരണം അതിൽ നമുക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അവസരം മുതലെടുക്കരുത്. എന്തായാലും നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ പേജ് തുടങ്ങിയിട്ടില്ല. തൽക്കാലം ഇപ്പോൾ കറൻ്റ് ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഒന്നും പറയാനില്ല, കൂടുതലായിട്ടൊന്നും അറിയില്ല. സബ്സ്ക്രൈബാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ വീഡിയോൻ്റെ ആദ്യത്തെ 100 സബ്സ്ക്രൈബർമാർക്ക് വലിയൊരു ഭാഗ്യം വരാതിരിക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ. അപ്പോൾ ബൈ.